സമർപ്പിക്കാം, നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മൾ വിശ്വാസത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ ചെലവിടുന്ന ഈ സമയം നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ ആകമാനമായ ജീവിതത്തിന് അനുഗ്രഹവും നന്മയുമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി, വളരെ ഭംഗിയായി നമുക്കൊക്കെ പ്രയോജനകരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. നിന്റെ മക്കളായ ഞങ്ങളെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ ദേശത്തിൻ്റെ പല ഇടങ്ങളിൽ അവിടുത്തെ കൃപയിൽ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ഈ ഒരു പുതിയ പ്രഭാതത്തിലേക്കും പകൽക്കാലത്തിലേക്കും ഞങ്ങളെ കൂട്ടിവരുത്തിയ വൻ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ആയിരുന്നു കൊണ്ട്, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട്, നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജീവിത ചുറ്റുപാടുകളിലൊക്കെ ആയിരുന്നു കൊണ്ട് തന്നെ ഇപ്രകാരം ഇങ്ങനെ ഓൺലൈനായി കൂടി വരുവാനും നിന്നെ ആരാധിപ്പാനും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, അവരവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണം. അവരോട് അവിടുന്ന് ഇടപെടണം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശകളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ അതിജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാം അവിടുന്ന് കാലാകാലങ്ങളിൽ നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയ്ക്കുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാതൊരു വിധമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കൂടാതെ ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണം. അത് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തീകരണത്തിനും ഒരുമിച്ചുള്ള സമൂഹമായിട്ടുള്ള മുൻപോട്ടുള്ള യാത്രയ്ക്കും പ്രയാണത്തിനും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നവരെ, വചനം വായിക്കുന്നവരെ, വചന ശുശ്രൂഷ നിർവഹിക്കുന്നവരെ, ഞങ്ങളെയൊക്കെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവരെല്ലാം ഏൽപ്പിക്കുന്നു. കർത്താവെ, ചുമതല ഏറ്റവരൊക്കെ അത് ദൈവകൃപയിൽ ആശ്രയിച്ച് ഭംഗിയായി നിർവഹിപ്പാൻ, ദൈവാനുഗ്രഹത്തോടുകൂടെ നിർവഹിപ്പാൻ, ദൈവത്തിന് പ്രസാദമാകുന്ന രീതിയിൽ നിർവഹിപ്പാൻ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയിലെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ചെറിയ ബൊമ്മങ്ങളും സാലിയാൻ്റിയുമായി ചേർന്നാണ്. പ്രത്യേകിച്ച് അവരെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം റെബേക്ക ധോനി 37-ാമത്തെ സങ്കീർത്തനം വായിക്കും. കേൾക്കാൻ വെച്ചാ ചെറിയ ഗുഡ് മോർണിംഗ്. കേൾക്കാം. യെസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കേൾപ്പിക്കുന്നത് 2 ഇംഗ്ലീഷ് പാട്ടാണ്. നമ്മുടെ പുതിയ പാട്ടുപുസ്തകത്തില് 33 and 23. ആദ്യം പാടുന്നത് 33 ആണ്. Have thine own way, Lord, have thine own way. Thou art the potter, I am the clay. Mold me and make me after thy will, while I am waiting, yielded and still.
Have thine own way, Lord. Have thine own way. Search me and try me, Savior, today. Wash me as now, Lord. Wash me just now, as in thy presence humbly I bow. Have thine own way, Lord. Have thine own way. Wounded and weary, help me, I pray. Power of power, surely is thine. Touch me and heal me, Savior divine. Have thine own way, Lord. Have thine own way. O Lord, my being, absolute sway. Fill with thy spirit, till all shall see Christ only always living in me. രണ്ടാമത്തെ പാട്ട് അമേസിംഗ് ഗ്രേസ്. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. 'Twas grace that taught my heart to fear, and grace my fears relieved. How precious did that grace appear, the hour I first believed. Through many dangers, toils, and snares, I have already come. 'Tis grace has brought me safe thus far, and grace will lead me home. The Lord has promised good to me. His word my hope secures. He will my shield and portion be, as long as life endure. Then this flesh and heart shall fail, and mortal life shall cease. I shall possess the way, a life of joy
and peace. Thank you. ഇപ്പോൾ റെബേക്ക സങ്കീർത്തനം വായിക്കും. Psalm 37. അച്ഛാ കേൾക്കാവോ? കേൾക്കാം. Yes, Donny. Yes. Psalm 37. Do not fret because of those who are evil, or be envious of those who do wrong. For like the grass they will soon wither, like green plants they will soon die away. Trust in the Lord and do good. Dwell in the land and enjoy safe pasture. Take delight in the Lord, and he will give you the desires of your heart. Commit your way to the Lord, trust in him, and he will do this. He will make your righteous reward shine like the dawn, your vindication like the noonday sun. Be still before the Lord and wait patiently for him. Do not fret when people succeed in their ways, when they carry out their wicked schemes. Refrain from anger and turn from wrath. Do not fret, it leads only to evil. For those who are evil will be destroyed, but those who hope in the Lord will inherit the land. A little while, and the wicked will be no more. Though you look for them, they will not be found. But the meek will inherit the land and enjoy peace and prosperity. The wicked plot against the righteous and gnash their teeth at them. But the Lord laughs at the wicked, for he knows their day is coming. The wicked draw the sword and bend the bow to bring down the poor and needy, to slay those whose ways are upright. But their swords will pierce their own hearts, and their bows will be broken. Better the little that the righteous have than the wealth of many wicked. For the power of the wicked will be broken, but the Lord upholds the righteous. The blameless spend their days under the Lord's care, and their inheritance will endure forever. In times of disaster, they will not wither. In days of famine, they will enjoy plenty. But the wicked will perish, though the Lord's enemies are like the flowers of the field. They will be consumed, they will go up in smoke. The wicked borrow and do not repay, but the righteous give generously. Those the Lord blesses will inherit the land, but those he curses will be destroyed. The Lord makes firm the steps of the one who delights in him. Though he may stumble, he will not fall, for the Lord upholds him with his hand. I was young and now I am old, yet I have never seen the righteous forsaken or their children begging bread. They are always generous and lend freely. Their children will be a blessing. Turn from evil and do good. Then you will dwell in the land forever. For the Lord loves the just and will not forsake his faithful ones. Wrongdoers will be completely destroyed. The offspring of the wicked will perish. The righteous will inherit the land and dwell in it forever. The mouths of the righteous utter wisdom, and their tongues speak what is just. The law of their God is in their hearts. Their feet do not slip. The wicked lie in wait for the righteous, intent on putting them to death. But the Lord will not leave them in the power of the wicked, or let them be condemned when brought to trial. Hope in the Lord and keep his way. He will exalt you to inherit the land. When the wicked are destroyed, you will see it. I have seen a wicked and ruthless man flourishing like a luxuriant native tree, but he soon passed away and was no more. Though I looked for him, he could not be found. Consider the blameless, observe the upright. A future awaits those who seek peace, but all sinners will be destroyed. There will be no future for the wicked. The salvation of the righteous comes from the Lord. He is in their stronghold in time of trouble. The Lord helps them and delivers them. He delivers them from the wicked and saves them because they take refuge in him. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കാം. ഈ മനോഹരമായ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്രകാരം നമുക്ക് ഈ ആഴ്ചയിലും ഒരുമിച്ച് ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം.
ഈ നാളുകളിലൊക്കെ ദൈവത്തിന്റെ വലിയ പരിപാലനങ്ങളും ദൈവത്തിന്റെ വലിയ നടത്തിപ്പും കൃപയും കരുതലും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളുടെ ജീവിതങ്ങളൊക്കെ ഉയർച്ചകളും താഴ്ചകളും സന്തോഷവും സന്താപവും ഒക്കെ നിറഞ്ഞതാണ്. സുഖവും ദുഃഖവും ഒക്കെ നിറഞ്ഞതാണ്. രോഗവും സൗഖ്യവും ഒക്കെ നിറഞ്ഞ സമ്മിശ്രമായ ഒരു ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. വിശുദ്ധ വചനം പറയുന്നത് അവൻ അനന്യനായ ദൈവമാണ്. അവൻ വാക്കുമാറാത്ത, അവൻ നിത്യനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നാം അനുഭവിക്കുന്ന ദൈവകൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകമായി ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഇപ്രകാരം കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നുണ്ട്. അതിനുള്ള ആരോഗ്യവും ബലവും സാഹചര്യങ്ങളും ഒക്കെ ദൈവം നമുക്ക് നൽകുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹൈദരാബാദിന്റെ പലയിടങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്തി താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ആഘോഷിക്കാനോ ആസ്വദിക്കാനോ ആയിട്ടല്ലല്ലോ കൂടി വന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാരണങ്ങൾ ഉണ്ടാവും ദൈവനാമത്തിൽ നമുക്ക് കൂടി വരുവാൻ. നമ്മുടെ തിരക്കുകളുടെ ഒക്കെ മധ്യത്തിൽ ഇപ്രകാരം അല്പനേരം ദൈവസന്നിധിയിലായിരിക്കാൻ, നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. അത് തന്നെ ഒരു വലിയ ഭാഗ്യകരമായ അവസ്ഥയാണ്. ഭവനങ്ങളിലും പല സാഹചര്യങ്ങളിലും ഒക്കെ വെറുതെ ആയിരുന്നാലും, സമയമുണ്ടായിരുന്നിട്ടും സാഹചര്യമുണ്ടായിരുന്നിട്ടും ഈ നാം ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളൊക്കെ പരിചയമുണ്ടായിരുന്നിട്ടും ചെറിയ ചെറിയ കാരണങ്ങൾ കണ്ടെത്തി, എക്സ്ക്യൂസുകൾ കണ്ടെത്തി പലപ്പോഴും നമ്മളിൽ പലരും ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സന്തോഷം അതിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴും നമുക്കൊക്കെ അപ്രകാരം വിശാലമായിട്ടൊക്കെ ചിന്തിപ്പാൻ, ദൈവികമായി ചിന്തിപ്പാൻ, വിനയത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. ആര് ചെയ്യുന്നു, ആര് നേതൃത്വം കൊടുക്കുന്നു, അതൊന്നുമല്ല. ദൈവം നമ്മളുടെ ആരുടെയും മുഖം നോക്കുന്ന ദൈവമല്ല. നേതാക്കന്മാരുടെ മുഖം നോക്കുന്ന ദൈവമല്ല. ദൈവം നമ്മളുടെ മനസ്സറിയുന്ന ദൈവമാണ്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മളെ അറിയുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അറിയും. അതുകൊണ്ട് ഈ പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന കൃപകൾക്ക് സ്തോത്രം ചെയ്യാം. ചിലപ്പോ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാം, രോഗങ്ങൾ ഉണ്ടാകാം, നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായ സങ്കടങ്ങൾ ഉണ്ടാവാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, പരസ്പരമുള്ള ബന്ധങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മളൊന്നും അത്ര സ്വസ്ഥരല്ലായിരിക്കാം. നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം. എന്നാൽ അതോട് ആ അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ധാരാളം നന്മകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമേ, എൻ്റെ ജീവിതത്തിന് നന്ദി. എന്നെ നീ ആക്കി വെച്ചിരിക്കുന്ന ചുറ്റുപാടുകൾക്ക് നന്ദി. എന്നെ നീ അനുദിനം പുലർത്തുന്ന വലിയ കൃപകൾക്ക് നന്ദി. എൻ്റെ ആയുസ്സിനായി, ആരോഗ്യത്തിനായി, അവസരങ്ങൾക്കായി, ഓരോ ദിവസവും പരിപാലിക്കുന്നതിനായി, കരം പിടിച്ച് മുൻപോട്ട് നടത്തുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും കുറ്റങ്ങളും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. നമ്മൾ ആരും പൂർണ്ണരല്ല.
നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമ്മൾ ആരും ഐഡിയൽ അല്ല, നമുക്കൊന്നും അങ്ങനൊന്നും ആകാൻ കഴിയില്ല. നമ്മളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്. ഒരുപക്ഷെ നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരിക്കാം. ചിലതൊക്കെ ഒരുപക്ഷെ നമുക്ക് തന്നെ അറിയാമായിരിക്കാം. നമ്മുടെ കുറവുകൾ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കലുകൾ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, അങ്ങനെ പല തലങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും എന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയ്ക്കോ ഒക്കെ തടസ്സം നിൽക്കുന്ന ഒരുപാട് ട്രേറ്റ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അതൊക്കെ ദൈവം നമ്മോട് പൊറുക്കണമേ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മളുടെ കുറവുകൾ പലതും നമ്മൾ ആസ്വദിക്കുന്നതാകാം. മറ്റുള്ളവരെ കുറ്റം പറയുന്നതും, ഗോസിപ്പ് പറയുന്നതും, മറ്റുള്ളവരെ പരിഹസിക്കുന്നതും, ഒരുപക്ഷെ നമ്മൾ നൽകേണ്ടുന്ന സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ, കരുതലുകൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയാത്തതും, മറ്റുള്ളവരോട് സംസാരിക്കാത്തതും നമുക്ക് തന്നെ അറിയാം. അതൊന്നും ആത്മീയമല്ല എന്ന് മാത്രമല്ല, അതൊരു പൊതുസമൂഹത്തിന്, സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്നതുമാണ്. ഒരുപക്ഷെ നമ്മളതൊക്കെ ആസ്വദിക്കുന്നുണ്ടാവാം. അങ്ങനെ നമ്മൾ ആസ്വദിക്കുന്നതോ നമ്മൾ ആശങ്കപ്പെടുന്നതോ സങ്കടപ്പെടുന്നതോ ആയ എല്ലാ കുറവുകളും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. അതൊരു വലിയ അനുഗ്രഹമാണ്. കർത്താവേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ പരിമിതിയുള്ളവനാണ്, ഞാൻ വിശുദ്ധനല്ല, എനിക്ക് ഒരുപാട് അശുദ്ധികളുണ്ട്, കുറവുകളുണ്ട്, അപൂർണതകളുണ്ട്, ഞങ്ങളൊക്കെ വളരെ ദുർബലരാണ്, ഫ്രജൈലായിട്ടുള്ള മനുഷ്യരാണ്. കർത്താവേ, അത് ഞങ്ങളോട് പൊറുക്കണമേ. അവിടുത്തെ വിശ്വാസത്തിലും വചനത്തിലും കൂടുതൽ ശക്തിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ ദൈവം ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ദൈവം തുടർന്നും അനുഗ്രഹിക്കണമേ. നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ആരും മുൻപോട്ട് ജീവിക്കുന്നത് നമ്മുടെ മാത്രം കഴിവ് കൊണ്ടല്ല, പണമുള്ളത് കൊണ്ടല്ല. നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ, ശുശ്രൂഷിക്കാൻ ആശുപത്രികളും ഡോക്ടർമാരും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമല്ല നമ്മളൊക്കെ മുൻപോട്ട്. അത് ദൈവത്തിന്റെ വലിയ കരുണയാണ്, കൃപയാണ്. അഹങ്കരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തുടർന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് മുൻപോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ എല്ലാ ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിന്റെ കൃപ തുടർന്നും നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ നിരന്തരം വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിപ്പാന് കടപ്പെട്ടിരിക്കുന്ന ചുറ്റുപാടുകളെ, ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയാണല്ലോ നമ്മളെല്ലാം ഇങ്ങനെ യോജിപ്പിച്ച് നിർത്തുന്നത്, നമ്മളെയൊക്കെ ഒരുമിപ്പിക്കുന്നത്, നമ്മളെയൊക്കെ ഇപ്രകാരം ഒരു കുടക്കീഴിൽ ഇങ്ങനെ മുൻപോട്ട് നയിക്കുന്നത്. ആ സഭയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. സഭയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. എല്ലാ ആരാധനകൾക്കായിട്ടും കൂട്ടായ്മകൾക്കായിട്ടും സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഹൃദങ്ങൾക്കായിട്ടും കൂട്ടായ്മ ബന്ധങ്ങൾക്കായിട്ടും സഹവിശ്വാസ സമൂഹങ്ങൾക്കായിട്ടും ഒക്കെ സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭ ഒരു പെർഫെക്റ്റ് സഭയൊന്നും ആയിരിക്കില്ല, കുറ്റങ്ങളൊന്നുമില്ലാത്ത സഭയൊന്നും ആയിരിക്കില്ല. നമ്മളൊക്കെയാണല്ലോ സഭ. ഒരുപാട് കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ള മനുഷ്യർ ചേർന്നതാണല്ലോ സഭ. എന്നാൽ ആ സഭയുടെ എല്ലാ നന്മകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരാധനകളുടെ അനുഗ്രഹത്തിന് വേണ്ടി, കൂട്ടായ്മകളുടെ അനുഗ്രഹത്തിന് വേണ്ടി, ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തിൽ വളർത്തുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനമായ വശങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് നമ്മളെ തിരുത്തി മുൻപോട്ട് നയിക്കുവാൻ നമ്മുടെ സഭാ ജീവിതത്തെ ദൈവം ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ
സഭയിലെ എല്ലാ സംഘടനകളെയും ശുശ്രൂഷകളെ അനുഗ്രഹമാക്കുന്ന എല്ലാവരെയും ഓർക്കാം. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അടുത്ത മാസം നമ്മുടെ അധ്യയന വർഷം വീണ്ടും ആരംഭിക്കുന്നല്ലോ. കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും അത് നേതൃത്വം കൊടുക്കുന്നവരെയും എല്ലാം ഓർക്കാം. കുഞ്ഞുങ്ങളുടെ ആത്മീയമായ വളർച്ച ഇതൊരു ഷോ അല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നുള്ളതല്ല. മറിച്ച് അവരെ ദൈവത്തെ കാണിച്ചു കൊടുക്കുക, അവരിൽ വിശ്വാസത്തെ വിത്തുകളെ പാകുവാൻ, അവരെ നല്ല മനുഷ്യരാക്കി ഉത്തരവാദിത്വ ബോധത്തോടെ പാകപ്പെടുത്തി എടുക്കുവാൻ കർത്താവ് നമ്മുടെ സൺഡേ സ്കൂളിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അധ്യാപകരും അത് നേതൃത്വം കൊടുക്കുന്നവർക്കുമൊക്കെ അതിനുള്ള പക്വതയും പാകതയും വിവേകവും ദൈവം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇതൊരു വലിയ ശുശ്രൂഷയാണ്, ദൈവികമായ ശുശ്രൂഷയാണ്, ദൈവം ചുമതല ഭരമേൽപ്പിച്ച ശുശ്രൂഷയാണ്. അവിടെ ഐക്യതയോടുകൂടെ, താഴ്മയോടുകൂടെ, വിനയത്തോടുകൂടെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗായിക സംഘത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തൊരുമിച്ച് താല്പര്യത്തോടുകൂടെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും ഒക്കെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കൂട്ടായ്മയും കൂടിച്ചേരലുകളും അവർ തമ്മിലുള്ള സൗഹൃദങ്ങളെ കെട്ടിപ്പടുക്കുന്നതിന്, അവരുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്നതിന്, സഭയ്ക്ക് ചുറ്റുപാടുകൾക്കുമൊക്കെ അനുഗ്രഹമാക്കുന്നതിന് മുഖാന്തരമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ത്രീയന സഖ്യത്തെ ഓർക്കാം. അവരുടെ ശുശ്രൂഷകളെ, സേവനങ്ങളെ, ഇടപെടലുകളെ അനുഗ്രഹിക്കണമേ. അത് നമ്മുടെ സഭയുടെ ആകമാനമായ വളർച്ചയ്ക്ക് അനുഗ്രഹമാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 3 വർഷക്കാലം സഭയുടെ ആധ്യാത്മികവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കമ്മിറ്റിയെ, പാസ്റ്ററേറ്റ് കമ്മിറ്റിക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മൾ ഒരു പുതിയ പാസ്റ്ററേറ്റ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടല്ലോ. സമർപ്പണത്തോടുകൂടെ നമ്മുടെ സഭയുടെ ശുശ്രൂഷകൾ തുടരുന്നതിന് ആളുകളൊക്കെ കടന്നു വരുവാൻ, നേതൃത്വമൊക്കെ ഏറ്റെടുത്ത് മുൻപോട്ട് നയിപ്പാനായിട്ട് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദർശനമുള്ളവർ, സമർപ്പണമുള്ളവർ, സകലത്തിലും ഉപരി ദൈവത്തെ അറിയുന്നവർ, ദൈവവിശ്വാസമുള്ളവർ, സാക്ഷ്യമുള്ളവരൊക്കെ ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിപ്പാൻ കർത്താവ് തുടർന്നും സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിൻ്റെ എല്ലാ ഇലക്ഷൻ പ്രക്രിയകളിലും പ്രയാസങ്ങളൊന്നും കൂടാതെ നിർവഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചർച്ചിന്റെ സ്റ്റാഫ്സിനെ എല്ലാം നമുക്ക് പ്രത്യേകം ഓർക്കാം. നമ്മുടെ ആരാധനയും നമ്മുടെ ജീവിതവും ഒക്കെ അനുഗ്രഹമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം വാഴ്ത്തണമേ, ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയില് സീനിയേഴ്സിനെ നമുക്ക് പ്രത്യേകം ഓർക്കാം. കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയവർ, ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നവർ, ശാരീരികമായ ബലഹീനതകളിലും ഭാരങ്ങളിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിലും ആരാധനയിൽ പങ്കെടുക്കുന്നവർ, ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ജേക്കബ് അങ്കിളിന് വേണ്ടി, അന്നമ്മ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് ദൈവം അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സുശീല ആന്റിക്ക് വേണ്ടിയിട്ടും രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം അവരെ കുടുംബമായിട്ട് ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് സുശീല ആന്റിക്ക് വേണ്ട ബലവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിക്ക് വേണ്ടിയിട്ടും കുരുവിളാങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലിസി ആന്റിക്ക് വേണ്ടി, ശമലൂട്ടി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടുപേർക്കും ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്. ദീർഘനാളുകളായിട്ട് അവർ ഭവനത്തിലാണ്. ദൈവം അവരെ ശക്തീകരിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ. അവരുടെ രോഗാവസ്ഥയിൽ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
റോയി അങ്കിളിന് വേണ്ടിയിട്ടും പുഷ്പ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോയി അങ്കിളിനെ ഓർക്കാം. ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന ബലത്തിനായിട്ട്, സൗഖ്യത്തിനായിട്ട്, ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവം അവരെ ഇരുവരെയും അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരുന്ന് പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഫിലിപ്പ് അങ്കിളിന് വേണ്ടി, ചാച്ചമ്മ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരെയും അനുഗ്രഹിക്കണമേ. നാട്ടിലൊക്കെ പോയിട്ട് കടന്നു വരുവാൻ ദൈവം അവരെ സഹായിച്ചു. ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. KC ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസ്സി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആന്റിയുടെ കണ്ണിന്റെ കാഴ്ചയുടെ പ്രയാസങ്ങളിലൊക്കെ ദൈവകൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആലീസ് ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം വേദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ പ്രായമായ പേര് പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം പ്രത്യേകമായിട്ട് ഓർക്കാം. ദൈവം അവർക്കെല്ലാം ആരോഗ്യവും ബലവും നൽകണമേ. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്നവരെ ദൈവം കരുതണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോയവര്, അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവരെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് മുൻപോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ശാരീരികമായി പലതരത്തിൽ സുഖമില്ലാതെ ചികിത്സകളിലൊക്കെ ആയിരിക്കുന്നവരെ ഓർക്കാം. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ, സൗഖ്യം നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വെക്കേഷനിലാണല്ലോ. ആ സമയമൊക്കെ നന്നായി ചിലവിടുവാൻ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മൊബൈലിനും ഒന്നും അടിമപ്പെട്ടു പോകാതെ, അഡിക്റ്റായി പോകാതെ, ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ അവരുടെ വെക്കേഷനുകൾ ചെലവിടുവാൻ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും വിവേകവും ജ്ഞാനവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചവര്, ഈ വർഷം 10ന്റെ പരീക്ഷയൊക്കെ ജയിച്ച് പുതിയ ക്ലാസ്സുകൾ ആരംഭിച്ചവര്, 12ാം ക്ലാസ്സിന്റെ പരീക്ഷ ഒക്കെ നല്ല രീതിയിൽ വിജയിച്ച് പുതിയ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവര്, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന, ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നവര്, എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവം ബലപ്പെടുത്തണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവര് ദൈവ വഴി വിട്ടുപോകാതെ എവിടെ ആയിരുന്നാലും ദൈവം അവരെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വെളിയിലും വിദേശങ്ങളിലും ഭാരതത്തിന്റെ പല നഗരങ്ങളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. നല്ല പക്വതയോടുകൂടെ അവര് അവിടങ്ങളിലൊക്കെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വേർപാടിൻ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ പ്രത്യേകം ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും സമാധാനവും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ ഒരുപാട് പേരുണ്ട്. ഫാമിലി അവർ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. നമുക്കത് നിർബന്ധിക്കാൻ നമുക്ക് അവകാശമില്ല. കുഞ്ഞുങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് അതിനുവേണ്ടിയൊക്കെ ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചവരുണ്ട്. പ്രത്യേകിച്ച് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ട് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ഉള്ളവര്, അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഓർക്കാം.
ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഉപജീവന മാർഗങ്ങളെയും നമുക്ക് ഓർക്കാം. പല തലങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പല സ്ഥലങ്ങളിൽ കുടുംബമായിട്ടും വിദേശത്തും ഹൈദരാബാദിലും ഒക്കെ ജോലിയിലായിരിക്കുന്നവരെ ഓർക്കാം. IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, ബിസിനസ് സംരംഭങ്ങളിൽ, ഗവൺമെന്റ് സർവീസിൽ, സ്വന്തമായിട്ട് ബിസിനസ്സും അതുപോലെ തന്നെ കമ്പനികളും ഒക്കെ നടത്തുന്നവര്, അതുപോലെ തന്നെ മറ്റ് ജോലിയിൽ ഏർപ്പെട്ടവർ, തൊഴിൽ ജോലികളിൽ കായികമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അപകടകരമായ ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ പ്രിയമുള്ളവരെ എല്ലാവരെയും കാക്കണമേ, അവരുടെ ജോലി ഇടങ്ങളിൽ ദൈവം പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സ്വന്തമായിട്ട് ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർക്കാം. ദൈവം അവർക്കൊക്കെ ഭവനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. വാഹനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹം, അങ്ങനെ എല്ലാത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നവരെ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിനെ എല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ ശുശ്രൂഷകൾ, അവരുടെ ഔദ്യോഗിക ജീവിതം, കുടുംബ ജീവിതം, കുഞ്ഞുങ്ങളുടെ വളർച്ച ഒക്കെ അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണം. നമ്മുടെ സഭയിലെ എല്ലാ ന്യൂ ബോൺ ബേബീസിനെയും നമുക്ക് ഓർക്കാം. ആ കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലൊക്കെ കൂടെ ഇരിക്കണമേ. അനർത്ഥങ്ങളൊന്നും കൂടാതെ നല്ല ആരോഗ്യത്തോടെ അവർ വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കപ്പിൾസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിരാശപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ ബലപ്പെട്ട് മുൻപോട്ട് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി മുൻപോട്ട് നയിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരുന്ന് അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ സഭയിലുള്ള എല്ലാ വിധത്തിലുമുള്ള എല്ലാ സാഹചര്യങ്ങളിലുമുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഏതെങ്കിലുമൊക്കെ തരത്തിലെ പ്രയാസങ്ങളിലൂടെയോ പ്രതിബന്ധങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുന്നെങ്കിൽ അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. കുടുംബ ജീവിതത്തിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദേശത്ത് കഷ്ടപ്പെടുന്ന, സങ്കടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മൾ അനുദിനം കേൾക്കുന്ന ഓരോരോ വാർത്തകൾ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു, ദുഃഖിപ്പിക്കുന്നു. അത്യന്തം ക്രൂരതയുടെ വാർത്തകൾ, മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ ചെയ്യുന്ന അതിനെക്കുറിച്ച് ഉള്ള വാർത്തകൾ. ഒരുപക്ഷെ നമ്മൾ കുറച്ചു നേരം അതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടാറേ ഇല്ലായിരിക്കും. നമ്മുടെ സമൂഹത്തോട് ദൈവം മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസവും സംസ്കാരവും വിശ്വാസവും മതങ്ങളും ഒക്കെ ഉള്ള ഒരു സമൂഹമാണ്. പക്ഷേ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഒരു കാലം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നവർ, ആക്രമിക്കുന്ന കാലം, പരസ്പരം കൊല ചെയ്യുന്ന കാലം, കാരണമില്ലാതെ നിരപരാധികളെ പോലും നശിപ്പിക്കുന്ന കാലം, കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. നമ്മുടെ ദേശത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ കാര്യമായ തകരാറ് നമ്മുടെ ഒക്കെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മാനസികാവസ്ഥയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊന്നും അങ്ങനെ അല്ല എന്ന് കരുതി ആശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എപ്പോൾ മാറ്റപ്പെടുമെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് അസ്വസ്ഥതകൾ നമ്മുടെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ രൂപപ്പെട്ടു വരുന്നു. പലതരത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ദാരിദ്ര്യം വർദ്ധിക്കുന്നു, ചികിത്സ ലഭിക്കാത്ത അവസ്ഥ വരുന്നു, പഠനം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ വരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക്, നന്മയിലേക്ക് നയിക്കുവാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ
സഭകളെല്ലാം നമുക്ക് ഓർക്കാം, എല്ലാ സഭകളെയും ഓർക്കാം, ക്രിസ്തീയ വിശ്വാസത്തിലുള്ള എല്ലാ സഭാ വിഭാഗങ്ങളെയും ഓർക്കാം. പ്രത്യേകിച്ച് CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. സഭ ഒരു വ്യത്യസ്ത സമൂഹത്തെ നിർമ്മിക്കുവാൻ, സ്നേഹിക്കുന്ന, കരുതുന്ന, കരുണയുള്ള, കൂട്ടായ്മയുള്ള ഒരു സമൂഹമായി നിലകൊള്ളുവാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭകളൊക്കെ ഒരു മാതൃകയുള്ളവരായിരിക്കും. സ്നേഹത്തിന്റെയും ഐക്യതയുടെയും ഒക്കെയുള്ള മാതൃകയുള്ള സഭകളായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് CSI സഭയുടെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ബിഷപ്സിന് വേണ്ടിയിട്ടും ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പട്ടത്വ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റേഴ്സിന് വേണ്ടി, ഇവാഞ്ചലിസ്റ്റിന് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടി, പല തലങ്ങളിൽ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഇതൊരു വലിയ നിയോഗമാണ്, ചുമതലയാണ്. നമ്മളൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവവിളിയോട് നീതി പുലർത്തി ശുശ്രൂഷകൾ നിർവഹിപ്പാൻ, ദൈവത്തിന് അനിഷ്ടമായത്, അനീതിയായത്, അതിക്രമമായത് പ്രവർത്തിക്കാതിരിപ്പാനായിട്ട് അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർക്കാം. മിഷൻ വയൽ പ്രദേശങ്ങളെയും ഓർക്കാം. അവരുടെ ആവശ്യങ്ങളെയും അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ ദൈവം അവരെ ശക്തിപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പട്ടണത്തിന് വേണ്ടി, ഹൈദരാബാദ്, സെക്കന്ദരാബാദ് ഏരിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ഭരമേൽപ്പിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം. ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം അവയെല്ലാം നമുക്ക് ഓർക്കാം. നമ്മളെ വ്യക്തിപരമായി നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മോനിയമ്മ പ്രാർത്ഥിക്കും. ഗുഡ് മോർണിംഗ് അച്ഛാ. കേൾക്കാം അച്ഛാ? കേൾക്കാം. യെസ്. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. സ്തോത്രം കർത്താവേ. കാരുണ്യവാനായ കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായി, വിവിധ ഭവനങ്ങളിലിരുന്ന് ഒരു മനസ്സായി അവിടുത്തെ വചനം ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും അടിയങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അച്ഛനായി സ്തോത്രം കർത്താവേ. നിന്റെ ദാസനെ ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, ആത്മാവിൽ ബലപ്പെടുത്തണമേ. കുടുംബമായി അവിടുത്തെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കുന്നു കർത്താവേ. കൊച്ചമ്മയ്ക്കായി സ്തോത്രം കർത്താവേ. നിന്റെ മകളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. കണ്ണിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണല്ലോ കർത്താവേ. പരിപൂർണ സൗഖ്യത്തിനായി സ്തോത്രം കർത്താവേ. ആരാധനയിൽ വന്ന് സംബന്ധിക്കാനായി നിന്റെ മകളെ ശക്തീകരിക്കണമേ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. കുടുംബമായി അച്ഛനെ അനുഗ്രഹിക്കണമേ. അച്ഛൻ്റെ ആരാധനയിൽ കൂടി അടിയങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് താഴ്മയായി അപേക്ഷിക്കുന്നു കർത്താവേ. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഓരോരുത്തർക്കും അവരുടേതായ ആവശ്യങ്ങളിൽ എൻ്റെ കർത്താവ് കൂടെ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരമരുളണമേ, ആശ്വാസം നൽകണമേ. കർത്താവെ, പലവിധ കാരണങ്ങളാൽ ഈ പ്രയറിൽ സംബന്ധിക്കാൻ സാധിക്കാത്ത പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിലെ എല്ലാ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. ചെറിയ കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമേറിയവർ വരെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം കർത്താവെ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം നാഥ. വീണ്ടും ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ല അനുസരണവും അച്ചടക്കവുമുള്ള കുഞ്ഞുങ്ങളായി അവരെ വഴി നടത്തണമേ കർത്താവെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ വരെ വഹിക്കണമേ. അവർക്ക് വേണ്ടതായ സൗഖ്യവും വിടുതലും നൽകണമേ കർത്താവെ.
നമ്മുടെ സഭയിലും അല്ലാതെയുമുള്ള എല്ലാ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികൾക്ക് നല്ല വൈദ്യനായ കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ അവരെ വഹിച്ച് അവരെ സൗഖ്യമാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുറ്റവും കുറവും അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവെ. നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവെ. കർത്താവെ, മിഷൻ ഫീൽഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ, വിദേശത്തും സ്വദേശത്തുമായി പിറവിടനം നടത്തുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവെ. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്റെ ചെറിയൻ കീഴിൽ അവരെ മറച്ചു കൊള്ളണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്ന കർത്താവെ. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ലൊരു ജോലി ലഭിക്കാൻ നിന്റെ കൃപ ഉണ്ടായിരിക്കണമേ കർത്താവെ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. നമ്മുടെ കേരള സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകളൊക്കെ അനുകൂലമാക്കി കൊടുക്കണമേ കർത്താവെ. കർത്താവെ, അവധിക്കാലം ചെലവഴിക്കാനായിട്ട് പലരും നാട്ടിലുണ്ടെന്നറിയുന്നു. തക്ക സമയത്ത് അവരെ എല്ലാം കൂട്ടി വരുത്തണമേ കർത്താവെ. നമ്മുടെ ഈ തെലങ്കാന സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. സഭയിലെ എല്ലാ ആത്മീയ സംഘടനകൾക്കായും സ്തോത്രം കർത്താവെ. ചർച്ച് കമ്മിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂത്ത് ഫെലോഷിപ്പിനായി സ്തോത്രം കർത്താവെ. സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചർച്ച് കൊയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തൻ്റെ സൃഷ്ടാവിനെ ജീവിക്കുന്ന നല്ല തലമുറയെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ജീവിത പങ്കാളികളെ അവർക്ക് കാണിച്ചു കൊടുക്കണമേ കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങൾക്കായി സ്തോത്രം കർത്താവെ. സന്തോഷത്തിലും സമാധാനത്തിലും ജോലി ചെയ്യുവാൻ അടിയങ്ങളെ സഹായിക്കണമേ കർത്താവെ. ജോലിയുടേതായ പ്രഷർ അനുഭവപ്പെടാതെ സന്തോഷമായി സമാധാനമായി ജോലി ചെയ്യുവാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ കർത്താവെ. കർത്താവെ, എല്ലാറ്റിനുപരിയായി ഈ ഫാസ്റ്റിംഗ് പ്രയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാകണമേ കർത്താവെ. സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായി ജീവിക്കുവാൻ ഞങ്ങളെ നല്ല രീതിയിൽ വഴി നടത്തണമേ കർത്താവെ. നിന്റെ വചനം കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെ ഒരുക്കണമേ കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പ്രയറിൽ ആവസിക്കണമേ കർത്താവെ. സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ആരുടെ ഒരാളുടെ ഫോണ് അൺമ്യൂട്ടാണ്. ദയവായിട്ട് അത് മ്യൂട്ട് ചെയ്യണം അപേക്ഷിക്കുന്നു. താങ്ക് യു. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇങ്ങനെയുള്ള പതിവായിട്ടുള്ള കൂട്ടായ്മയിൽ കൂടിവരവില് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദപുസ്തകത്തില് സുവിശേഷ ഭാഗങ്ങളിലൊക്കെ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്, ആ സംഭവങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഉള്ളടങ്ങിയിരിക്കുന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ആശയങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ അതിന് ആധാരമായിട്ട് എടുത്തത്. യേശു കർത്താവിൻ്റെ പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ലോകം ആദ്യം അറിയുന്നത് സ്വാഭാവികമായും മരണത്തിന് ശേഷം, ക്രൂശീകരണത്തിന് ശേഷം യേശുവിനെ വെച്ച കല്ലറയുടെ പരിസരങ്ങളിലാണ്. കല്ലറയാണ്, തുറന്ന കല്ലറയാണ്, തകർക്കപ്പെട്ട കല്ലറയാണ്, ഉടയ്ക്കപ്പെട്ട കല്ലറയാണ്.
യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യത്തെ തെളിവ്. അപ്പോൾ അതൊരു സ്ഥലം മാത്രമല്ല, ആ സ്ഥലത്ത് സംഭവിക്കുന്നതായ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ചുള്ള ആഴമായ പഠനമാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകള് യേശു കർത്താവിന്റെ ശരീരത്തിൽ തൈലം പൂശുവാനായിട്ട് ഞായറാഴ്ച രാവിലെ കല്ലറയ്ക്ക് ചെന്നപ്പോൾ അവിടെ കല്ലറ തുറന്നിരിക്കുന്നു, ദൂതന്മാർ അവരോട് സംസാരിക്കുന്നു. നമ്മൾ ആ ഭാഗം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 7-ാമത്തെ വാക്യവും വായിച്ചു. 7-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവിന്റെ ദൂതൻ പറയുന്നത്, നിങ്ങൾ വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവിൻ, അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ആദിമസഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം കഴിഞ്ഞ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്ന 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമല്ല എന്നും അത് ഒരു കള്ളമാണ്, ഒരു കെട്ടുകഥയാണ്, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിട്ട് ഇപ്രകാരം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതിന്, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു കള്ളക്കഥ, ഒരു ഫേക്ക് സ്റ്റോറി മഹാപുരോഹിതന്മാരും യേശു കർത്താവിന്റെ കല്ലറയ്ക്ക് കാവൽ നിന്നവരും ഒക്കെ ചേർന്ന് നടത്തുന്നതിനെ കുറിച്ച്, അത്തരത്തിലുള്ള ഒരു പദ്ധതിയെ കുറിച്ച് നമ്മൾ താഴോട്ട് വായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളും സംശയങ്ങളും അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നിലനിന്ന ഒരു സാഹചര്യത്തിലാണ് മത്തായി ഈ സുവിശേഷം എഴുതി വെക്കുന്നത്. പക്ഷെ അപ്പോഴും അതിൻ്റെ സത്യസന്ധത, അതിൻ്റെ യാഥാർത്ഥ്യം സുവിശേഷകാരന്മാര് ഒളിച്ചു വെക്കുന്നില്ല. കാരണം എല്ലാ സുവിശേഷങ്ങളിലും പറയുന്നത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സുവിശേഷം അറിയിച്ചത് സ്ത്രീകളോടാണെന്ന് അല്ലേ? ഒരുപക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും കപടതകളോ എന്തെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജ് എടുക്കണമെന്ന് ആദിമസഭ ആഗ്രഹിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ തിരുത്തി എഴുതിയാൽ മതി. പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, മറ്റാർക്ക് ഇപ്പോൾ യായിറോസിന് പ്രത്യക്ഷപ്പെട്ടു, അരിമത്യയിലെ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടു, ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന് പറഞ്ഞ ശതാധിപന് പ്രത്യക്ഷപ്പെടാം. അങ്ങനെ പല കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. പക്ഷെ അങ്ങനെയുള്ള ഒരു കപട സത്യവിരുദ്ധമായ ഒരു ബോധ്യപ്പെടുത്തൽ, ഒരു കൺവിൻസിങ്, അൺട്രൂത്ത്ഫുൾ കൺവിൻസിങ് അവിടെ ഇല്ല. ഉള്ളതുപോലെ അവർ പറയുന്നു, സുവിശേഷകാരന്മാർ പറയും. നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ വലിയ പ്രതിസന്ധി എന്താന്ന് ചോദിച്ചാൽ, നമ്മളോട് നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ ആ കള്ളങ്ങളൊക്കെ വിശ്വസിക്കുകയുമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. വി ഓൾ ആർ ഫേക്ക്. നമ്മളെല്ലാം വഞ്ചിക്കപ്പെടുകയാണ്, നമ്മളെല്ലാം ഒരർത്ഥത്തിൽ ചതിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിന്ന സന്ദർഭത്തിലാണ് സുവിശേഷകാരന്മാർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നു.
സ്ത്രീകൾ അവനെ തൊടുന്നു, യേശു കർത്താവ് ഭക്ഷിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവരോടൊപ്പം സഞ്ചരിക്കുന്നു. He was so human even after his resurrection. യേശു കർത്താവ് തന്റെ പുനരുത്ഥാനത്തിന് ശേഷവും വളരെ മനുഷ്യത്വപരമായി ഒരു മനുഷ്യനായി ആദിമസഭയോടൊപ്പം സഞ്ചരിച്ചു, ആദിമസഭയുടെ ഭാഗമായിരുന്നു എന്ന് ഈ സുവിശേഷ വേദ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. മാത്രമല്ല, ഈ സുവിശേഷം പ്രഘോഷിക്കുന്നത്, പുനരുത്ഥാനത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് യേശു കർത്താവ് ദൈവം തെരഞ്ഞെടുത്തത് സ്ത്രീകളെയാണ്. എല്ലാ ഭാഗങ്ങളിലും എല്ലാ സുവിശേഷങ്ങളിലും അത് തന്നെയാണ്. അപ്പം വിമൻ ആർ ബീങ് ചോസൻ ടു പ്രൊക്ലെയിം. അതിന് ചില വേദപുസ്തക പണ്ഡിതന്മാര് പറയുന്നത് ദിസ് വിമൻ, മഗ്ദലക്കാരത്തി മറിയും മറ്റ് സ്ത്രീകളെ കുറിച്ചും പറയുന്നത് ദേ ആർ ദ പ്രീച്ചേഴ്സ് ടു ദ ക്വയർ എന്ന് പറയുന്നത്. നമ്മുടെ പള്ളിയുടെ ഒരു രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നത് ക്വയറുകാരാണ് അല്ലേ? സോ ആദ്യം പ്രസംഗം കേൾക്കുന്നത് ക്വയറുകാരെന്നാ പറയുന്നത്. ദേ ആർ ദ ഫസ്റ്റ് ലിസണേഴ്സ് ഓഫ് ദ വേർഡ്. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, പ്രീച്ചേഴ്സ് ടു ദ ക്വയർ. ശിഷ്യന്മാരെ ഒരു ഗായക സംഘമായി പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നവരായി പരിഗണിച്ചാൽ അവരോട് സുവിശേഷം പറയാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ഈ സ്ത്രീകളെയാണ്. സമൂഹം പരിഗണിക്കാത്ത, സമൂഹം അംഗീകരിക്കാൻ മടിക്കുന്ന അന്നത്തെ കാലത്ത്, ഇന്നും ഒട്ടുമിക്ക സമയങ്ങളിൽ മിക്കപ്പോഴും ആ ഒരു സമൂഹത്തെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങൾ, ചില വസ്തുതകൾ, ചില സത്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങൾ നമ്മളോട് പറയുന്നു. നമ്മളവിടെ പറയുന്നത്, അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നത്, അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിറ്റ് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. ദൂതന്മാര് ഇതിന് തൊട്ടു മുൻപ് സ്ത്രീകളോട് പറയുന്നത്, നിങ്ങൾ വേഗം ചെല്ലണം, നിങ്ങൾ വേഗം ചെന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ശിഷ്യന്മാരോട് അറിയിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ അറിയിക്കേണ്ടതായിട്ട്. There is an emergency in proclamation. Especially, there will always be emergency when the messages are to be communicated to the disciples. ഈ ചില കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ അറിയിക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത് അറിയിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ, ഇന്ത്യയിലെ പല മാധ്യമങ്ങളും കറാച്ചിക്ക് നമ്മൾ തീയിട്ടു, ഇസ്ലാമാബാദിന് ബോംബിട്ടു അല്ലെ? അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ മാധ്യമത്തിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ ആങ്കർമാർ അങ്ങ് ബോംബിടുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ പറമ്പിൽ ബോംബിടും എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ മൊബൈലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ഒക്കെ വാട്സപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് എവിടെയും എന്തും നമുക്ക് സംഭവിപ്പിക്കാം അല്ലേ? നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയുടെ മൊബൈൽ എടുത്ത് വെച്ച് ഇങ്ങനെ ചിരണ്ടി നോക്കട്ടെ, ഇതാരാ, ഇതെന്താ, ഇതെവിടാ അല്ലേ? ഇറ്റ് ക്യാൻ ഓൾസോ ബിക്കം എ ബോംബ്. വസ്തുതകളില്ലാത്ത, യാഥാർത്ഥ്യങ്ങളില്ലാത്ത സ്ഫോടനങ്ങൾ നമുക്ക് നടത്താം. ചില കാര്യങ്ങൾ പലപ്പോഴും അതുകൊണ്ട് വസ്തുതകളെ കുറിച്ച് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പറയാവൂ. ഇനി അത് പറയേണ്ടതാണെങ്കിൽ മാത്രമേ പറയാമൂ അല്ലേ? നമ്മൾ അറിയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണമെന്ന് ഒരു നിർബന്ധമല്ല. പക്ഷെ ഇവിടെ ദൂതന്മാർ പറയുന്നത്, യു ഗോ ആൻഡ് പ്രൊക്ലെയിം. നിങ്ങൾ വളരെ വേഗം പോണം. There is always emergency in mission. ഈ സുവിശേഷീകരണം എന്ന് പറയുന്നത് അല്ലേ, ഒരുപാട് കാര്യങ്ങളൊക്കെ, ഇന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. We have to
എൻഗേജ് സോ ക്വിക്ക്ലി. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ ചെയ്യുന്ന അവര് വേഗം ഓടി എന്നാ പറയുന്നത്. അവര് വേഗത്തിൽ ഓടിപ്പോയി, വേഗത്തിൽ ഓടിപ്പോയി അല്ലേ? വേഗത്തിൽ ഓടാം, വേഗമില്ലാതെയും ഓടാം അല്ലേ? വേഗത്തിൽ ഓടുന്നത് ചില ലക്ഷ്യങ്ങളിലേക്കാണ്. നമ്മൾ രാവിലെ എക്സർസൈസിന് വേണ്ടി ഓടുന്നുണ്ട്, അതിന് തിരക്കൊന്നുമില്ല, നമ്മൾ ഓടുന്നുണ്ട്. പക്ഷേ അതൊരു വേഗത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടമല്ല. വേഗത്തിലെത്തേണ്ടടുത്തൊന്നും നമ്മളിപ്പോൾ ഓടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന്റെ ഒരു സവിശേഷത അല്ലേ? വേഗത്തിൽ എത്തേണ്ടടുത്തൊന്നും നമുക്ക് ഓടേണ്ട കാര്യമില്ലല്ലോ. പണ്ടൊക്കെ ഈ അഞ്ചലോട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈ പോസ്റ്റ് ഓഫീസൊക്കെ വരുന്നതിന് മുമ്പ് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും ഒക്കെ ട്രെയിനും അങ്ങനെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസും റോഡ് സിസ്റ്റംസും ഒന്നും ഉണ്ടാകാതിരുന്ന സമയത്ത് ഇങ്ങനെ ഓരോരോ അഞ്ചലോട്ടക്കാരനാണ് ഈ കത്തും കൊണ്ട് ഇങ്ങനെ ഓടുകയാണ്, ഇങ്ങനെ കിലുക്കി 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 ഓടുകയാണ്. അയാളെ ആരും ആക്രമിക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ അഞ്ചലോട്ടക്കാരൻ. ഓടണം, ഓടിക്കൊണ്ടേയിരിക്കണം. He has to run. He has to run. അല്ലെ? പോസ്റ്റ്മാൻ ആണെങ്കിലും പണ്ടത്തെ സങ്കല്പം രാവിലെ മെയിൽ വരുമ്പോൾ 10 മണിക്ക് മെയിൽ വന്നാൽ അല്ലെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് ഓടി തീർത്ത് സൈക്കിളോ, പണ്ടൊക്കെ സൈക്കിളാണ്. അന്ന് എൻ്റെയൊക്കെ സമയത്ത് കൊച്ചിലെയൊക്കെ പോസ്റ്റ്മാൻ സൈക്കിളാണ്. ഇപ്പൊ പിന്നെ അതൊക്കെ മാറി, ആ സങ്കല്പങ്ങളൊന്നും മാറി. ഇപ്പൊ നമ്മൾക്ക് ആർക്കും ഒന്നും അയക്കാറില്ല. മണി ഓർഡർ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായി, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നിങ്ങളുടെയൊക്കെ ആ വന്ന സമയത്ത് പേരൻസിനൊന്നും നമ്മൾ ബാങ്ക് വഴിയൊന്നും ആയിരുന്നില്ല. പോസ്റ്റ് ഓഫീസിൽ ചെന്ന് മണി ഓർഡർ ആയിട്ട് അയക്കുക. അത് ചിലപ്പം 5ഉം 6ഉം ദിവസങ്ങൾ എടുക്കും അവിടെ എത്താൻ. അവിടെ ചെന്ന് അതിൻ്റെ അടിയിൽ നമ്മളൊരു മെസ്സേജ് ഒക്കെ എഴുതും. ആ മണി ഓർഡർ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ എനിക്കും മാസത്തിനുള്ള ചെലവിൻ്റെ തുക മണി ഓർഡറായിട്ട് വരുമായിരുന്നു. ഈ ബാങ്കും ഗൂഗിൾ പേയും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലമൊക്കെ മാറി. ചില കാര്യങ്ങൾ നമ്മൾ urgency ഉണ്ട്. When something is so urgent, then we all have to resolve ourselves into the body language of urgency. അല്ലേ? Urgency. പക്ഷെ നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ പ്രോബ്ലം, people may not understand the urgency of our lives. സഭയ്ക്കും ഒരുപക്ഷെ ഈ സുവിശേഷത്തിന്റെ അർജൻസിയെ കുറിച്ച് സഭയ്ക്ക് അറിയുന്നില്ല. നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ എമർജൻസിയിലോട്ട് കൊണ്ടുപോകും. ഇവിടെ നമ്മുടെ അപ്പോളോ എമർജൻസിയാണ്. നമ്മളൊക്കെ, ഞാനും അടുത്ത സമയത്തൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ എമർജൻസി ആയിട്ട് അവിടെ കൊണ്ടെടുത്താൽ എമർജൻസിയാണ് അവർ ഏറ്റവും വൈകിപ്പിക്കും. ഒരാൾ വന്ന് നോക്കും, അടുത്ത ആൾ വന്ന് നോക്കും, ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്തിരിക്കുന്നവർ വി ഫീൽ ദി എമർജൻസി ആൻഡ് ദി അർജൻസി. അകത്തിരിക്കുന്നവർ ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ ഇതിലെ സഭ എന്ന് പലതും അങ്ങനെ. The gospel, the emergency of the gospel is given to the church, but we implement it very lately. വളരെ വൈകിപ്പിക്കുക, ഇങ്ങനെ സമയം എടുത്ത് ദൈവദൂതൻ പറയുന്നത് there is an urgency in the message. Go. അതുകൊണ്ട് അവര് ഓടിപ്പോയി, വേഗത്തിൽ ഓടിപ്പോയി ശിഷ്യന്മാരെ അറിയിക്കാണ്. വേഗത്തിലോടുന്ന ഒരു സഭ, എത്ര മനോഹരമായ ഒരു ഇമേജാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയിർപ്പിന്റെ സുവിശേഷം ചുറ്റുപാടുകളെ, ലോകത്തെ അറിയിക്കാൻ വേഗത്തിലോടുന്ന സഭ, സമയമില്ലാത്ത സഭ, റെസ്റ്റ് ഇല്ലാത്ത സഭ, അതൊക്കെ ഒരു വലിയ സ്വപ്നമാണ്. ഇന്ന് സഭ വിശ്രമത്തിലാണ്. ഞാൻ ഉൾപ്പെടെയുള്ള പട്ടക്കാരും വിശ്രമത്തിലാണ്. എല്ലാം റെസ്റ്റാ അല്ലേ? എല്ലാം വിശ്രമത്തിൽ, എല്ലാവരും വിശ്രമം. വി മിനിസ്റ്റർ ഇൻ റെസ്റ്റ്. നമ്മൾ വിശ്രമത്തിൽ ശുശ്രൂഷിക്കുന്നത്. വിശ്രമിക്കാൻ സമയം കിട്ടുമ്പോൾ ശുശ്രൂഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് വളരെ ആഴമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദിസ് എ ടൈം, ഹൈ ടൈം ഫോർ us to feel the urgency and the emergency of the proclamation of the gospel.
ശിഷ്യന്മാരോട്, സ്ത്രീകളോട് ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ ചെല്ലണം. And they have taken that command. They have taken not only the message, they have taken the instruction to how they convene or convey the message. അല്ലേ? അവർക്കൊരു വലിയ അർജന്റ് ആയിട്ടുള്ള, അത്യന്തം പ്രധാനപ്പെട്ട ഒരു സുവിശേഷം നൽകുക മാത്രമല്ല, ആ സുവിശേഷം വളരെ പ്രയോറിറ്റിയോടുകൂടി, മുൻഗണനയോടുകൂടി, വളരെ വേഗത്തിൽ നൽകേണ്ടതിനെ കുറിച്ച് അവർ പറഞ്ഞു. ഗോ അർജന്റ്ലി. നമ്മുടെ ഒരു കുഴപ്പം, നമ്മുടെ സുവിശേഷമൊക്കെ നമുക്ക് പറയാൻ വലിയ താല്പര്യമാണ്, പക്ഷെ വി ഫെയിൽ ടു സെൻസ് ദ അർജൻസി. പക്ഷെ ഈ സ്ത്രീകൾ എന്താ പറയുന്നത്? ഒരു വേഗത്തിലോടി എന്നാ പറയുന്നത്. വേഗത്തിലോടി. It was not easy for them to run so quickly. അല്ലെ? സ്ത്രീകൾക്ക് ഓടാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ട്. രാവിലെയാണ്. പിന്നെ അത് മാത്രമല്ല, അവിടെ പറയുന്നത് എന്താണ്? അവര് ഭയത്തോടും സന്തോഷത്തോടും കൂടി ഓടി എന്നുള്ളതാണ്. നോക്കണം, they are not emotionally stable to run. നമ്മൾ ഈ മത്സര ഓട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ വളരെ ഫിസിക്കലി, ഇമോഷണലി നമ്മൾ വളരെ സ്റ്റേബിൾ ആയിരിക്കണം, അല്ലേ? അങ്ങനെ സ്റ്റെബിലിറ്റി, സ്ട്രെങ്തും, ഇമോഷണൽ സ്ട്രെങ്തും, ഫിസിക്കൽ സ്ട്രെങ്തും ഒക്കെ ഉള്ളവർക്കേ സമ്മാനം നേടാൻ പറ്റും. നമ്മളൊരു ഇമോഷണൽ ട്രബിളിലാണെങ്കിൽ നമുക്ക് വേഗം ഓടാൻ പറ്റത്തില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ചേർച്ച് ഈസ് ഇൻ ആൻ ഇമോഷണൽ ട്രബിൾ. ഞങ്ങൾക്കൊക്കെ ഇമോഷണൽ ട്രബിൾ ഉണ്ട്, ഉള്ള കാര്യം പറയാം. ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നില്ലെന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നാറില്ല. ഐ ആം നോട്ട് കംഫർട്ടബിൾ സംടൈംസ് because the way the church are being managed, administered or ministered. സഭ, ഞങ്ങളെ പോലെയുള്ള ശുശ്രൂഷകൾ, അവരുടെയൊക്കെ ജീവിതങ്ങളൊക്കെ മുകളിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമീപനം ഞങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ട്. വി വാണ്ടഡ് ടു റൺ, ബട്ട് വി കനോട്ട് റൺ because we are in an emotional trouble. നമുക്കൊക്കെ ചിലതൊക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബ ജീവിതം, വ്യക്തിപരമായ ജീവിതം, തൊഴിൽ ജീവിതമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ക്രമപ്പെടുത്തണമെന്നുണ്ട്. ബട്ട് we are emotionally troubled. We are in an emotional dilemma. ഇവിടെ ഈ സ്ത്രീകളും അത് തന്നെയാണ്. അവർക്ക് ഒന്ന് ഭയം, രണ്ട് സന്തോഷം. അതെങ്ങനെയാണ്? അതൊരു വലിയ ഹെവി വേർഡാണ്, ഒരു കോംപ്ലക്സ് ഇമോഷനാണ്. സന്തോഷമുണ്ട്, ഭയമുണ്ട്. ഭയമാണോ ആദ്യം, സന്തോഷമാണോ എന്നറിയത്തില്ല. നോക്കി, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഹാവ് യു എവർ ഫെൽറ്റ് ദിസ് ഡിലമ്മ? അല്ല, അങ്ങനെ ഒരു വാക്കുണ്ട്, ഈ ഒരു ഡൈലമ, അതോ ഡിലമ്മ, ഐ ഡോണ്ട്, ഈ ഒരു കുഴപ്പം. ഫിയർ ആൻഡ് ജോയ്, ഭയങ്കര സന്തോഷമാണ്. അത് ഗ്രീക്ക് വാക്ക് ഖാറ എന്ന് പറഞ്ഞു. ഖാറ പറഞ്ഞ എക്സ്ട്രീം ജോയ്, വിവരിക്കാനാവാത്ത ഒരു വലിയ സന്തോഷം ഒരു വശത്ത്, ആൻഡ് ഫിയർ ഓൺ ദി അതർ സൈഡ്. എന്തായിരിക്കാം അവർ ഭയപ്പെട്ടത്? ഒരുപക്ഷെ അവിടെ നടന്ന കാര്യങ്ങളെയൊക്കെ കണ്ടു പേടിച്ചിട്ടായിരിക്കാം അവർ ഭയം. രണ്ടാമതൊരു ഭയം, ഇവര് പറയാൻ പോകുന്ന സുവിശേഷം അവരുടെ ഒരു ട്രഡീഷണൽ മോൾഡിനെ ബ്രേക്ക് ചെയ്യുന്നൊരു സുവിശേഷം. അതൊരു ഭയമാ. ഞങ്ങൾക്കൊക്കെ അതാണ് പേടി. ഞങ്ങൾക്കൊക്കെ ഈ എർത്ത് കേക്കും ഇടിവെട്ടും ഒക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് അസ്, ഞങ്ങളിലുള്ള പല ശുശ്രൂഷകർക്കും രണ്ടാമത്തെ പേടിയാണ്. എന്തെന്നാൽ ഞങ്ങൾ പറയുന്ന സുവിശേഷം ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. അങ്ങനെ ഭയന്ന് പല സുവിശേഷങ്ങളും പറയാത്തവരാണ് ഞങ്ങൾ.
പള്ളി വന്ന് ആളുകളെയൊക്കെ സൂപ്പിച്ച് പതപ്പിച്ച് പോയാൽ ഓക്കെ. അതിനു വേണ്ടി സുവിശേഷം പറയുന്നത്, ഉള്ളത് പറയാത്തവർ അല്ലേ. പിന്നെ എന്നെ പോലെ പറയും, നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് ബ്യൂട്ടിഫൈ ചെയ്ത് ഗാർണിഷ് ചെയ്ത്, നമ്മുടെ ചില കേക്കൊക്കെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന പോലെ പറയും. പക്ഷെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗാർണിഷ് ചെയ്യുന്നതിനകത്തിരിക്കും മെയിൻ കാര്യം മറന്നു. ഞങ്ങളൊക്കെ അത്രയ്ക്ക് പൊളിറ്റീഷ്യൻസാ. എൻ്റെ കാര്യം ഞാൻ പറയാം. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ഇമോഷണൽ കോംപ്ലക്സിറ്റി നമുക്കെല്ലാം ഉണ്ട് ചില സമയം അല്ലേ. സന്തോഷവും അല്ലെ, എല്ലാ വൈകാരികമായ അനുഭവങ്ങളൊക്കെ വളരെ കോംപ്ലക്സാ. ദാറ്റ് മേ കോസ് ഇമ്പാക്ട് ദ അർജൻസി അല്ലെ. പലപ്പോഴും നമ്മൾ ഇന്ന് അങ്ങനെയാ നമ്മുടെ അർജൻസിയെ ഇമ്പാക്ട് ചെയ്യുന്ന തരത്തിൽ നമ്മളൊക്കെ ഇമോഷണലി ഡിസ്റ്റർബ്ഡാണ്. ഭയങ്കര ഇമോഷണാലിറ്റിയാണ്. ഡോണ്ട് പ്രൊലോങ് ഇൻ ദിസ് ഇമോഷണൽ സ്റ്റേറ്റസ് അല്ലേ. സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും അതിലിങ്ങനെ ചില ആൾക്കാർക്ക് ചിലരുടെ പേര് കേൾക്കുമ്പം അങ്ങ് ഇമോഷനാണ്. കാലങ്ങളായിട്ട് അങ്ങനെ അല്ലേ. സുഹൃത്താകാം, വീട്ടുകാരാവാം, നേരത്തെ പഴയ ഫ്രണ്ട് ആകാം. ചില പേര് കേൾക്കുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര ഇമോഷൻ. പിന്നെ പെതുക്കെ നമ്മളങ്ങ് താരും, നമ്മൾ സ്ലോ ആവും, വി ഗോ ബാക്ക്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഈ കോംപ്ലക്സിറ്റീസ് ഒന്നും നമ്മളുടെ ജീവിതത്തിന്റെ ഋതത്തെ ബാധിക്കാൻ പാടില്ല. They were running so fast even when they were emotionally perplexed. ഭയവും സന്തോഷവും ഒക്കെ കൂടിച്ചേർന്ന് വല്ലാതെ ഒരു വലിയ അവസ്ഥയിലായിരുന്നപ്പോഴും they ran very fast. എന്തൊരു വലിയ ചിന്തയാണെന്നറിയാം. സഭ ഇന്ന് ഈ ഒരു ഭാഗം മാത്രം ചിന്തിച്ചാൽ മതി. CSI സഭയും എല്ലാ സഭയും എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും ചിലർ ഇങ്ങനെ ഇമോഷണലി ജീവിക്കുക, ആ ഗുഹയ്ക്കകത്തിരിക്കുക. We all are encaved in this emotional complexity. ഇങ്ങനെ ഇരിക്കുക. ഞാനും അങ്ങനെ ചില സമയത്ത്. ഐ എം ഓൾസോ നോട്ട് എക്സെപ്ഷണൽ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഭയങ്കര ആളായിട്ട്. നോ, ഐ ഓൾസോ ഫീൽ ദ സെയിം. അതിവൈകാരികതകളുടെ അടിമകളായി പോകുന്ന, അതിവൈകാരികതയുടെ തടവറയിൽപ്പെട്ടു പോകുന്ന സഭ. നേതാക്കന്മാരും ഈ വൈകാരികതയെ അങ്ങനെ ചൂഷണം ചെയ്യും അല്ലേ. വൈകാരികതയോടുകൂടെ നേതാക്കന്മാരുടെ പുറകെ പോകും. ഇൻക്ലാബ് വിളിക്കണം, ഇൻക്ലാബ് സിന്ദാബാദ്, നമ്മുടെ നേതാവ് സിന്ദാബാദ്. യേശു കർത്താവിനൊക്കെ വലിയ നേതാവാണ്. കഴിഞ്ഞ ദിവസം ഒരു സഭയിലെ ഒരു നേതാവ് വന്ന് ഡിസ്കവറി ആണോ എൻഡവറാണോ വലിയ കോടികൾ വരെയുള്ള കാറിൽ വന്നിങ്ങനെ ഇറങ്ങുന്നു. എമ്പുരാനിലെ നായകൻ വരുന്നത് പോലെ, വില്ലൻ വരുന്നത് പോലെയാണ് ഇപ്പോഴത്തെ നേതാക്കന്മാരും ബിഷപ്പുമാരും ഒക്കെ വന്ന് ഇറങ്ങുന്നത്. അത് പിടിച്ച് വലിയ ബീജിയത്തോടു കൂടെ റീല് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുണ്ട്? ഭയങ്കര ഇമോഷണൽ പ്രോബ്ലം ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പുള്ളിക്കാരൻ ഉടനെ തന്നെ വട്ടുപിടിക്കുമായിരിക്കും? എനിക്ക് തന്നെ സംശയമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ദ വേ ചർച്ച് ഈസ് പ്രോഗ്രസിങ് ഇൻ ഹർ മിഷൻ. സങ്കടം തോന്നുന്നു. ഇറങ്ങുമ്പോഴത്തേക്കും കൈ ഉയർത്തി മുഷ്ടി വിളിച്ച് മുദ്രാവാക്യം വിളിക്കാൻ, കണ്ണേ കരളെ നേതാവേ. സങ്കടം, വേദന. We are emotionally disturbed. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇങ്ങനെ
ഈ ഇത്തരത്തിലുള്ള കോപമോ ദേഷ്യമോ പിണക്കമോ വൈരാഗ്യമോ നമ്മളപ്പോ ഒരു വയലൻസ് വേറെ ഒരു മാർഗമല്ല, പിന്നെ തല്ലുക തന്നെ മാർഗം, അങ്ങ് അടിച്ചാലോ എന്നുള്ളൊരു ഒരു ഫീലിംഗ് that will slow down the ministry. And the church is in such a situation where we fail to balance the emotions. അത് മാത്രമല്ല, ഈ വൈകാരികതകളെ ചൂഷണം ചെയ്ത് മുതലെടുക്കുന്നവർ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യും, അതിനെ എൻകാഷ് ചെയ്യും. രാവിലെ ഈ ഭാഗം ഞാൻ എഴുതി വെച്ച പോയിന്റ്സ് വേറെ കുറെയാണ്. ഇമോഷണൽ കോംപ്ലക്സിറ്റിയെ കുറിച്ചും എമർജൻസിയെ കുറിച്ചും ഞാൻ എഴുതി വെച്ചു. പക്ഷെ ഈ ചിന്തകൾ ഇറ്റ് കെയിം ടു മൈ മൈൻഡ് സോ ഫ്രഷ്. The church, the contemporary church, the present church is being slowed down. സഭ ഇന്ന് വളരെ മന്ദഗതിയിൽ. സഭ മന്ദഗതിയിലാകുന്നതിന്റെ കാരണം we fail to sense the emergency of the ministry, of the proclamation, because of we being enslaved in the emotional complexity of our lives. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മളൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കുടുംബ ജീവിതങ്ങൾ, ബന്ധങ്ങളിൽ നിന്നും ഒക്കെ emotions are good to a certain extent. But if the emotions, your anger, your hate, your love, your affection, your infatuation, whatever it may be, അതൊക്കെ പരിധിയിലപ്പുറം നിങ്ങളുടെ യാത്രകളെ, നിങ്ങളുടെ മുൻപോട്ടുള്ള പ്രയാണങ്ങളെ, ജീവിതത്തെ സ്ലോ ഡൗൺ ചെയ്യിക്കുന്നെങ്കിൽ, അത് വേഗപ്പൂട്ടുപോലെ നമ്മളുടെ ജീവിതങ്ങളെ പിടിച്ചു നിർത്തുന്നെങ്കിൽ, I think we are in danger. Our life is in danger. കാരണം കർത്താവ് ചില എമർജന്റ് ആയിട്ടുള്ള അതിപ്രധാനമായിട്ട് ശുശ്രൂഷകൾക്കായിട്ട് നമ്മളെ വിളിച്ചിരിക്കും. Feel the urgency and do the ministry and mission in urgency. മറന്നുപോകും. വ്യക്തി ജീവിതത്തിലെ ചിലതൊക്കെ മാറണമെങ്കിൽ, കുടുംബ ജീവിതത്തിലെ ചിലതൊക്കെ ശരിയാകണമെങ്കിൽ, feel the urgency and do it urgently. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളൊക്കെ ഓരോരോ തലങ്ങളിൽ പലതരത്തിലുള്ള സമ്മിശ്രമായ വൈകാരിക അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ. സന്തോഷം, ദുഃഖം, വെറുപ്പ്, വിദ്വേഷം, അടുപ്പം, സ്നേഹം, അങ്ങനെ പല തരത്തിൽ. പലപ്പോഴും കർത്താവേ, ഈ വൈകാരികതകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ താളത്തെ ബാധിക്കുന്നു, ഞങ്ങളുടെ മുൻപോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകൾ പൂർണ്ണമാക്കുന്നതിനുള്ള ഞങ്ങളുടെ വേഗതയെ അത് സ്വാധീനിക്കുന്നു. കർത്താവേ, യാഥാർത്ഥ്യബോധത്തോടുകൂടെ, തിരിച്ചറിവോടുകൂടെ, വിശ്വാസത്തോടുകൂടെ നിന്റെ പുനരുത്ഥാനത്തിന്റെ സുവിശേഷം ലഭിച്ച ആ വനിതാ രത്നങ്ങൾ, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, അവരുടെ ഒക്കെ ജീവിതത്തിൽ സമ്മിശ്രമായ വൈകാരികമായ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും അതിനെയൊക്കെ വിസ്മരിച്ച്, അതിനെയൊക്കെ ശാരീരികമായിട്ട് അതിജീവിച്ച് ധൈര്യത്തോടുകൂടെ മുൻപോട്ട് ഓടി നിന്റെ പുനരുത്ഥാനത്തിന്റെ സുവിശേഷം ശിഷ്യന്മാരെ അറിയിക്കാൻ ആവേശം കാണിച്ചതുപോലെ ഞങ്ങളെയും അവിടുന്ന് അതിനായിട്ട് ഒരുക്കണം.
ഞങ്ങളുടെ ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ വികാരങ്ങൾക്ക് അടിമകളാണ്. കുടുംബജീവിതം, ഞങ്ങളുടെ ബന്ധങ്ങൾ, സഭാജീവിതം ഒക്കെ പലപ്പോഴും ഞങ്ങൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നവരാണ്. ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾ ചെയ്യേണ്ടത് പലതും ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. കർത്താവേ, ഈ ഒരു വലിയ വെളിപ്പാട് ഞങ്ങൾക്ക് നൽകിയല്ലോ, തിരിച്ചറിവ് നൽകിയല്ലോ, തിരുത്തുവാൻ സഹായിക്കണം. ഞങ്ങളുടെ സഭയെ അവിടുന്ന് അതിനായിട്ട് ഒരുക്കണം. വികാരത്തിന്റെ ഒന്നും അടിമകളായി പോകാതെ ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിനു വേണ്ടി നിരന്തരം ഓടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കൃപ കൂടെ ഇരുന്നാട്ടെ. കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് സന്ദർശിച്ചല്ലോ, അതിനായി സ്തോത്രം. അവരുടെ ജീവിതാവസ്ഥകളോട് അവിടെ നിലപെടണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായി നാം എല്ലാവരോടും ഓർത്ത് പ്രാപ്ത വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളോടും നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടും കൂടെ എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ച പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ചെറീബോ ബംഗളിനോടും ഫാമിലിയോടും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സങ്കീർത്തനം വായിച്ച് സഹായിച്ച റെബേക്ക ധോണിയോട് പ്രാർത്ഥനയിൽ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്ത മോനിയമ്മാമയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.